നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക് മാത്രം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ഒരേ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ടുപേരിൽ ഒരാൾ വലിയ വിജയങ്ങൾ കീഴടക്കുമ്പോൾ മറ്റൊരാൾ ജീവിതത്തിൽ യാതൊരു പുരോഗതിയുമില്ലാതെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേക ഭാഗ്യമുണ്ടോ? അതോ അവർ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? സത്യത്തിൽ ഇതൊരു ഭാഗ്യമല്ല, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള, എന്നാൽ നമ്മളിൽ പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ ശക്തിയുടെ പ്രകടനമാണിത്. നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. വലുതാകുമ്പോൾ ആരാകണം, എങ്ങനെയുള്ള വീട് വേണം, ഏത് കാർ വാങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പ്രായം കൂടുന്തോറും ഈ സ്വപ്നങ്ങളൊക്കെ എവിടെയോ പോയി മറയുന്നു. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കുന്നു. സ്വപ്നങ്ങൾ കാണുന്നത് തന്നെ പലരും അവസാനിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ വളരെ ശക്തമാണെങ്കിൽ, അത് നേടാനുള്ള അദമ്യമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് തീർച്ചയായും നടന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത് 100% സത്യമാണ്. ഈ പ്രപഞ്ചത്തിന് അതിന്റേതായ ചില നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മോട്ടിവേഷൻ കഥയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളാണ്. എന്താണ് ആകർഷണ നിയമം? പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഊർജ്ജമുണ്ട്. നമ്മുടെ ചിന്തകൾക്കും ഇതേപോലെ ഊർജ്ജവും ഒരു പ്രത്യേക ഫ്രീക്വൻസിയുമുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നതാണ് ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാന തത്വം. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ആളുകളും സാഹചര്യങ്ങളും അവസരങ്ങളും കടന്നുവരും. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും സങ്കടങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത്തരം മോശം സാഹചര്യങ്ങളെയായിരിക്കും നിങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുവരുത്തുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. ഒരു തോട്ടം പോലെയാണ് നമ്മുടെ മനസ്സ്. അവിടെ നിങ്ങൾ എന്ത് വിത്ത് പാകുന്നുവോ അതാണ് വളർന്നുവരിക. നല്ല വിത്തുകൾ പാകിയാൽ നല്ല ഫലം ലഭിക്കും. കളകളാണ് വളരാൻ അനുവദിക്കുന്നതെങ്കിൽ ആ തോട്ടം മുഴുവൻ നശിച്ചുപോകും. നിങ്ങളുടെ ചിന്തകളാണ് ആ വിത്തുകൾ. അതുകൊണ്ട് എപ്പോഴും വിജയത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ചിന്തകൾ എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു? പലർക്കുമുള്ള ഒരു സംശയമാണ്, വെറുതെ ചിന്തിച്ചാൽ മാത്രം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നത്. ഇവിടെയാണ് നാം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടത്. ആകർഷണ നിയമം എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല. നിങ്ങൾ ഒരു മുറിയിൽ അടച്ചിരുന്ന് കോടീശ്വരനാകണം എന്ന് ചിന്തിച്ചാൽ പിറ്റേ ദിവസം പണം ആകാശത്തുനിന്ന് വീഴില്ല. മറിച്ച് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രത്യേക ലക്ഷ്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങും. സാധാരണ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല അവസരങ്ങളും നിങ്ങളുടെ കണ്ണിൽ പെടാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ ആത്മവിശ്വാസം നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ശരിയായ ചിന്തയും ശരിയായ പ്രവൃത്തിയും ഒത്തുചേരുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാം? ആകർഷണ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ഈ ഘട്ടങ്ങളിലൂടെ കൃത്യമായി കടന്നുപോയാൽ ഏത് വലിയ സ്വപ്നവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1. എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുക. ഏറ്റവും വലിയ പ്രശ്നം പലർക്കും തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയില്ല എന്നതാണ്. എനിക്ക് കുറച്ച് പണം വേണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. എത്ര രൂപ വേണം, ഏത് കമ്പനിയിൽ, എന്ത് തസ്തികയിലാണ് ജോലി വേണ്ടത് എന്ന് കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം വേഗത്തിൽ അത് നിങ്ങളിലേക്കെത്തും. 2. മനസ്സിൽ കാണുക. ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി അത് യാഥാർത്ഥ്യമായി എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക എന്നതാണ്. ഇതിനെ വിഷ്വലൈസേഷൻ എന്ന് വിളിക്കാം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും നിങ്ങളുടെ സ്വപ്നം സാധ്യമായതായി മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പുതിയൊരു കാർ വാങ്ങണമെങ്കിൽ ആ കാറിന്റെ നിറം, അതിന്റെ സീറ്റുകൾ, നിങ്ങൾ ആ കാർ ഓടിച്ചു പോകുന്ന വഴി, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിൽ കാണുക. 3. അത് അനുഭവിക്കുക. സങ്കൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ വിജയം നേടുമ്പോഴുള്ള അതിയായ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക എന്നത്. ആ കാറ് വാങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, അഭിമാനം, നിങ്ങളുടെ കുടുംബത്തിന്റെ ചിരി, ഇതെല്ലാം ഇപ്പോഴേ അനുഭവിക്കുക. ഈ ഫീലിംഗ് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ചിന്തകളേക്കാൾ ഉപരി നിങ്ങളുടെ വികാരങ്ങൾക്കാണ് കൂടുതൽ ഊർജ്ജമുള്ളത്. നിങ്ങൾ എത്രത്തോളം ആ സന്തോഷം അനുഭവിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകും. ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനു മുൻപായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുന്നത്
അത് യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. 4. ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം. മനസ്സിൽ കണ്ടതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും മാത്രം എല്ലാം പൂർണ്ണമാകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ ആവശ്യമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം. ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇന്റർവ്യൂകൾക്ക് പോവുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യണം. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ ഓരോ ചെറിയ കാൽവെപ്പും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. കൃതജ്ഞതയുടെ ശക്തി. ആകർഷണ നിയമം വർക്കാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃതജ്ഞത അഥവാ നന്ദി പ്രകടിപ്പിക്കുക എന്നത്. നമ്മളിൽ പലരും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും സങ്കടപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് നമുക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, കിടക്കാൻ ഒരിടമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഇതിനെല്ലാം പ്രപഞ്ചത്തോട് നന്ദി പറയുക. ദിവസവും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ആ ദിവസം നടന്ന 3 നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനൊക്കെ നിങ്ങൾ നന്ദിയുള്ളവരാണോ ആ കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊരു മാറ്റാൻ കഴിയാത്ത പ്രപഞ്ച നിയമമാണ്. ക്ഷമിക്കാനുള്ള മനസ്സ്. പലപ്പോഴും നമ്മുടെ മനസ്സിലെ ദേഷ്യവും വൈരാഗ്യവുമാണ് നമ്മുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നത്. മനസ്സിൽ മറ്റൊരാളോട് ദേഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കാൻ തയ്യാറാവുക. അത് അവർക്കുവേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടിയാണ്. മനസ്സിലെ ഭാരങ്ങൾ ഇറക്കിവെച്ചാൽ മാത്രമേ പുതിയ നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. മറ്റുള്ളവരോട് നിരുപാധികമായ സ്നേഹം കാണിക്കുക. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. എന്തുകൊണ്ടാണ് ഇത് ചിലരിൽ പ്രവർത്തിക്കാത്തത്? പലരും പറയാറുണ്ട്, ഞാനിതൊക്കെ പരീക്ഷിച്ചു നോക്കി, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് അവരുടെ ആഗ്രഹത്തിനു പിന്നിലുള്ള സംശയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇത് നടക്കുമോ എന്നൊരു സംശയം അവരുടെ ഉപബോധ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടാകും. ഈ സംശയം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ കാര്യം ക്ഷമയില്ലായ്മയാണ്. ഇന്ന് ആഗ്രഹിച്ചിട്ട് നാളെ അത് കിട്ടിയില്ലെങ്കിൽ അവർ നിരാശരാകും. വലിയ കാര്യങ്ങൾ നടക്കാൻ അതിന്റേതായ സമയം ആവശ്യമാണ്. ആ സമയമത്രയും പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയണം. ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കി നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജീവിതം മാറ്റാൻ ഇന്നേ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുക. ഓരോ തവണ നെഗറ്റീവായ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴും ബോധപൂർവം അതിനെ മാറ്റി നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇത് അല്പം ബുദ്ധിമുട്ടായി തോന്നിയാലും പതുക്കെ അതൊരു ശീലമായി മാറും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകും എന്നത് ഒരു സത്യമാണ്. അത് നിങ്ങളുടെ സ്വപ്നമായാലും ഭയമായാലും. അതുകൊണ്ട് ഭയങ്ങളെ മാറ്റി നിർത്തി സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുക. എപ്പോഴും സന്തോഷത്തോടെയിരിക്കുക. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും പോസിറ്റീവ് ഊർജ്ജം നിറയട്ടെ. കഠിനമായി അധ്വാനിക്കുക. സ്വപ്നങ്ങൾ നേടിയതായി വിശ്വസിക്കുക. നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. അത് കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മികച്ച ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുക.